അപ്പം എന്താ സുഖം തന്നെയല്ലേ? അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു ലൈക്കും അടിച്ചിട്ടേക്ക്. ഒരു ലൈക്കോ ഡിസ്ലൈക്ക് എന്തെങ്കിലും അടിച്ചിട്ടേക്ക് കേട്ടോ. കുറച്ച് കോലിയുണ്ട്, നെയ്മീനുണ്ട്, നല്ല ഫ്രഷ് മീനാണ്. തുടക്കം കണ്ടപ്പോൾ തന്നെ സംഭവം മനസ്സിലായല്ലോ. ഇന്ന് നമ്മളൊരു ഊണ് കഴിക്കാൻ ഇറങ്ങി കേട്ടോ. നല്ലൊരു ലഞ്ച് സ്പോട്ട് പറഞ്ഞാൽ ഊണ് മാത്രമേ കിട്ടുന്നുള്ളൂ കേട്ടോ. എവിടെയാ വെച്ചാൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ എടക്കാട് റോഡില്ലേ, നമ്മളെ മൈത്ര ഹോസ്പിറ്റൽ, അതിൻ്റെ ബാക്കിൽ കൂടെ വരുന്ന ആ റോഡുണ്ട്. ആ റോഡിൻ്റെ സൈഡിലായിട്ട് മൈത്ര ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് ഒരു വീടാണ് സംഭവം. ആ വീടിൻ്റെ സൈഡിൽ ചെറിയൊരു കിച്ചൺ, പിന്നെ ഒരു ഇതേപോലെ ഒരു 5-6 മേശയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഊണ് ഉച്ചയ്ക്ക് മുപ്പര് വിളമ്പി തരും കേട്ടോ. നല്ല വാഴയിലൊക്കെ വെച്ചിട്ട് അതിൽ കുറച്ച് ചോറും കുറച്ച് മീൻ പൊരിച്ചും കറി, വേറെ ഒന്നുമില്ല. അപ്പോൾ അതൊന്ന് കണ്ടാലോ. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മളെ ചോറിനുള്ള കറികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെറിയ ചെറിയ കോപ്പയിലാക്കിയിട്ട് ഇങ്ങനെ നമുക്ക് കൊണ്ടുവച്ചുതരിക ചെയ്യാം. പിന്നെ കുറച്ച് പൊരിച്ചു ചെറിയ കഷ്ണം പൊരിച്ച മീൻ, അതുകൊണ്ട് വിലയും അഫോർഡബിൾ ആയിരിക്കുമല്ലോ. നമുക്കൊരു സാധാരണക്കാർക്ക് ഒരു കഷ്ണം മീനും ചോറും ഒക്കെ കഴിച്ചു പോകുകയാണെങ്കിൽ ലേശം വില കുറയണല്ലോ. അപ്പോൾ ചെറിയ പീസ് ചെറിയ വില, ആ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 2-3 തവണ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. ഇതിൽ പോകുമ്പോഴൊക്കെ ഇവിടുന്ന് കഴിക്കാറുണ്ട് കേട്ടോ. കണ്ടല്ലേ, നെയ്മീൻ, കോലി, അങ്ങനെ. ഇപ്പം ഞാനൊരു കഷ്ണം നെയ്മീനും വാങ്ങിയിട്ട് പിന്നെ വൈഫും കൂടെ ഉണ്ട്, ഒരു കഷ്ണം കോലിയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഈ ചോറ്, ഉപ്പേരി, എല്ലാ സാധനങ്ങളെല്ലാം കൂടി, കറികൾ, മോര്, പൊരിച്ച മീൻ എല്ലാം കൂടി 100 രൂപയാണ് വന്നത്. സെപ്പറേറ്റ് ആയിട്ട് വില ചോദിക്കാൻ എന്നോട് മറന്നുപോയി. മീനിന് എത്ര, ചോറിന് എത്രയാണുള്ളത്, രണ്ടും കൂടി 100 രൂപയാണ് വന്നത്. കണ്ട, നല്ല മോര് കറി, ആ രീതിയിൽ കഴിച്ചു നോക്കട്ടെ. നല്ല ഇതേപോലെ മോര് കറിയൊക്കെ കൂട്ടി കഴിക്കാം. വയറിന് തന്നെ ഒരു സുഖമല്ല എല്ലാ ശരിക്കും, ലൈറ്റായിട്ട് നല്ലൊരു ഗുണം. ഞാൻ 2-3 കഴിച്ചിട്ടുണ്ട് മുന്നൊക്കെ. നല്ല ടേസ്റ്റുള്ള കറികളാണ് കേട്ടോ. അതേപോലെ നമ്മളെ മീൻകറി ആയാലും നല്ല തേങ്ങ അരച്ചിട്ടുള്ള കറിയാട്ടോ കിട്ടുക. അത് ഞാൻ കാണിച്ചു തരാം. അല്ലേ, നല്ല മീൻകറി. ഇതാ നോക്കട്ടെ, കഷ്ണം എന്താ നോക്കട്ടെ കേട്ടോ. എൻ്റെ ചാറ് കാണുമ്പോൾ ഞാൻ കൂടുതൽ എന്താ പറയണം ഈ കറിനെ പറ്റിയിട്ട്. അത് തലക്കറി കേട്ടോ. നമ്മളെ എനിക്കൊന്ന് പൊരിച്ച മീനിന് തല ഉണ്ടാവില്ല, അതിൻ്റെ തല ഒന്നും മുറിച്ചിട്ടാൽ തോന്നും. നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ തല തേങ്ങ അരച്ച് കറി വെച്ചാൽ. കറിയൊക്കെ സ്ഥിരം മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പ്രത്യേകം എടുത്ത് പറയണം, മീൻകറി നല്ലൊരു ടേസ്റ്റാണ് ഇവിടുത്തെ കേട്ടോ. അതേപോലെ ഈ തലക്കറിയൊക്കെയാണ് നല്ലത്. ഇതേപോലെ ചെറിയ കഷ്ണം മീനൊക്കെ ആയിട്ടാണ് ഇവർ സെർവ് ചെയ്യുന്നത്. പിന്നെ ചോറുണ്ടെങ്കിൽ ഒന്ന് 50-60 ആയിരിക്കും. ഞാൻ രണ്ടും കൂടി ഞാൻ ചോദിച്ചതുകൊണ്ട് ഞങ്ങളിപ്പോൾ രണ്ടും കൂടി കഴിച്ച 200 രൂപ, അതായത് ഒരാൾക്ക് 100 രൂപ, ആ രീതിയിലാണ് ബില്ല് വന്നത്. അപ്പോൾ അത് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അതാണ് സംഭവം, ഇത്രയേ ഉള്ളൂ സംഭവം. കണ്ടില്ല, 2-3 കോപ്പയിൽ കറികൾ, ഇതൊക്കെ അൺലിമിറ്റഡ് വീണ്ടും വീണ്ടും തരും കേട്ടോ. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. മോരുണ്ടായിരുന്നു, പിന്നെ നല്ല മീൻ പൊരിച്ച, നല്ല കഷ്ണം മീൻ, ചെറിയ പീസാട്ടോ, വലിയ പീസൊന്നും അല്ല. വലിയ പീസാകുമ്പോൾ 200-300 ഒക്കെ കൊടുക്കണ്ടേ. അതാകുമ്പോൾ നമുക്ക് കഷ്ണം മീൻ കഴിക്കുകയും ചെയ്യാം, എന്നാൽ അധികം പോക്കറ്റിട്ട് കീറുകയല്ലേ ഉള്ളത്. അതേപോലത്തെ കറികളൊക്കെ, പിന്നെ ഇത്തിരി മോരും ഉണ്ടായിരുന്നു അവസാനം, അതും കൂടി കുടിച്ചങ്ങോട്ട് ഫിനിഷ് ചെയ്തു കേട്ടോ. അപ്പോൾ സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നമ്മളെ റീഗൽ തിയേറ്ററൊക്കെ ഇല്ലേ, അതിൻ്റെ മുന്നിൽ കൂടെ ഇടക്കടയ്ക്ക് പോകുന്ന റോഡുണ്ട്, നമ്മുടെ മൈത്ര ഹോസ്പിറ്റൽ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടായിട്ട് ഈ ഒരു ഹോട്ടൽ വരുന്നത്, റോഡ് സൈഡ് തന്നെ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കണം. ഒരു ലൈക്കോ ഡിസ്ലൈക്കോ എന്തെങ്കിലും ഒന്ന് അടിച്ചിട്ട് ഒരു റെസ്പോൺസ് വന്നാലല്ലേ ഇതൊക്കെ ഒന്ന് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.